കീറ്റിക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സുസ്വാഗതം. അപ്പോൾ 4 മാസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കൊറോണയും കുറച്ച് തിരക്കുകളൊക്കെ കാരണമാണ്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം അതിനൊക്കെ പരിഹാരമായിട്ട് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കണം. അപ്പോൾ കുറെ സബ്സ്ക്രൈബേഴ്സ് എന്നോട് ചോദിക്കുന്നുണ്ട്, PSR SX 600 ആണോ 700 ആണോ 900 ആണോ ഏതാണ് നല്ലത് എന്ന്. അപ്പോൾ നമ്മുടെ കയ്യിൽ SX 900 കിട്ടിയിട്ടുണ്ട്, 700 കിട്ടിയിട്ടുണ്ട്, 600 കിട്ടിയിട്ടുണ്ട്. പക്ഷെ പലപ്പോഴായിട്ടാണ് കിട്ടിയത്, ഒന്നിച്ച് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാനിന്ന് കമ്പാരിസൺ ചാർട്ട് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 15 മിനിറ്റ് 20 മിനിറ്റോളം ഉണ്ട് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണ്. എന്തൊക്കെയാണ് ഇതിന്റെ ഡിഫറൻസ്, എന്തൊക്കെയാണ് സിമിലാരിറ്റീസ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ കമ്പാരിസൺ ചാർട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നെറ്റിൽ അത് നോക്കാം. പിന്നെ പല വീഡിയോസും നമ്മളുടെ റിലേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇനി അധികം ഒന്നും താമസിക്കേണ്ട, നേരെ നമുക്ക് അങ്ങോട്ട് വീഡിയോയിലേക്ക് പോയേക്കാം. ആദ്യമായി 3 കീബോർഡുകളുടെയും വിലയിലുള്ള വ്യത്യാസം തന്നെ നോക്കാം. SX 900-ന് ഏകദേശം 1 ലക്ഷം രൂപയോളവും, 700-ന് 70,000 രൂപയോളവും, 600-ന് 50,000 രൂപയോളവും വില വരുന്നുണ്ട്. ഇനി കളറിനെ കുറിച്ച് പറയാം. 3 കീബോർഡും ബ്ലാക്ക് നല്ല ഫിനിഷിങ്ങിലുള്ള അടിപൊളി കീബോർഡാണ്. കീബോർഡിൻ്റെ സൈസിനെ കുറിച്ച് പറയുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. 600-ന് ഷേപ്പിൽ ചെറിയൊരു വ്യത്യാസമാണുള്ളത്. അളവുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇനി വെയിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 900-ഉം 700-ഉം 11.5 kg ആണ്, 600 8.1 kg ആണ് തൂക്കം. 61 കീകളുള്ള മനോഹരമായിട്ടുള്ള ഒരു അറേഞ്ചർ വർക്ക് സ്റ്റേഷനാണ് 3 കീബോർഡും എന്ന് സംശയമില്ല. ഇതിൻ്റെ കീകളെ കുറിച്ച് പറയുകയാണെങ്കിൽ 700-ഉം 900-ഉം ഓർഗൻ FBS ഇനീഷ്യൽ ടച്ച് ആണെങ്കിൽ 600 ഓർഗൻ ഇനീഷ്യൽ ടച്ച് മാത്രമാണ് ഉള്ളത്. കീബോർഡിൻ്റെ ടച്ച് സെൻസിറ്റിവിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോർമൽ, സോഫ്റ്റ് 1, സോഫ്റ്റ് 2, ഹാർഡ് 1, ഹാർഡ് 2 എന്നീ 3 രീതികളിലുണ്ട്. 600-ലെ പിച്ച് വെന്റ് വീലും മോഡുലേഷനും വീൽ വരുമ്പോൾ 900-ലും 700-ലും മനോഹരമായ ഒരു ജോയ്സ്റ്റിക്ക് തന്നെയാണ് കമ്പനി നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ 3 കീബോർഡുകളിലും നമുക്ക് 2 അസൈനബിൾ നോബുകൾ വീതം ലഭിക്കുന്നതാണ്. ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ TFT കളർ വൈഡ് ഡിസ്പ്ലേ തന്നെയാണ് 3 കീബോർഡുകൾക്കും യമഹ ഉപയോഗിച്ചിരിക്കുന്നത്. 3 കീബോർഡുകളുടെയും ടോൺ ജനറേറ്റിംഗ് ടെക്നോളജി ഒന്ന് തന്നെയാണ്. AVM സ്റ്റീരിയോ സാമ്പിളിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 3 കീബോർഡുകളിലും 128 പോളിഫോണി ടോണുകളാണ് ഉള്ളത്. ഇനി നമുക്ക് വോയിസുകളെ കുറിച്ച് നോക്കാം. 1337 വോയിസ് പ്ലസ് 56 ഡ്രം SFS കിറ്റുകളാണ് 900-ൽ കമ്പനി നൽകിയിരിക്കുന്നതെങ്കിൽ 700-ലെ 986 വോയിസസ് പ്ലസ് 41 ഡ്രം SFS കിറ്റുകളാണ് കമ്പനി നൽകിയിരിക്കുന്നത്. 600-ലാകട്ടെ അത് 850 വോയിസ് പ്ലസ് 43 ഡ്രം SFS കിറ്റ് പ്ലസ് 450 XG വോയിസും കൂടി ഉണ്ട്. ഇനി നമുക്ക് ഫ്യൂച്ചേർഡ് വോയിസിൻ്റെ കാര്യം എടുക്കാം. SX 900-ൽ 252 ആർട്ടിക്കുലേഷൻ ടോൺസ് ആണ് ഉള്ളത്. അത് SX 700-ൽ 131 ആണ്, 600-ൽ 73 ആണ്. മെഗാ വോയിസ് 54 30 27, സ്വീറ്റ് വോയിസ് 31 31 27, കൂൾ വോയിസ് 87 74 64, ലൈവ് 131 89 71. ഓർഗൻ ഫ്ലൂട്ട്സ് 24 എണ്ണം വീതം SX 900-ലും 700-ലും ഉണ്ട്. 600-ൽ ഓർഗൻ ഫ്ലൂട്ട് ലഭ്യമല്ല. ഇനി സോങ് കോമ്പാറ്റബിലിറ്റിനെ കുറിച്ച് പറയാം. XG, GS, GM, GM2 തുടങ്ങിയ മിഡിയുടെ പല വകഭേദങ്ങളും ഈ കീബോർഡുകളിൽ പ്ലേ ആവും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഇനി നമുക്ക് 3 കീബോർഡുകളുടെയും എക്സ്പാൻഷൻ മെമ്മറിയെ കുറിച്ച് പറയാം. SX 900-ൽ നമുക്ക് ഏകദേശം 1 GB കിട്ടും. 700-ലാണെങ്കിൽ അത് 400 MB ആണ്. 600-ലാണെങ്കിൽ 100 MB മാത്രമാണ് നമുക്ക് ലഭ്യമാകുക. ഇനി വോയിസ് എഡിറ്റിങ്ങിനാണെങ്കിൽ വോയിസ് സെറ്റ് എന്നുള്ള ഓപ്ഷൻ 3 കീബോർഡുകളിലും നമുക്ക് ലഭ്യമാണ്. ഇനി നമുക്ക് SX 600-ൽ 2 ലെയർ വോയിസുകൾ ലഭ്യമാകുമ്പോൾ നമുക്ക് SX 900-ലും 700-ലും 3 ലെയർ വോയിസ് ലഭ്യമാകും. അടുത്തതായി നമുക്ക് ഇഫക്റ്റുകളെ കുറിച്ച് പറയാം. ആദ്യം തന്നെ റിവർബ് നോക്കാം. 59 പ്രീസെറ്റ് പ്ലസ് 30 ആണ് നമുക്ക് SX 700-ലും 900-ലും ലഭിക്കുന്നത്. അപ്പോൾ 600-ൽ 52 പ്ലസ് 30 മാത്രമാണ് ലഭിക്കുന്നത്. കോറസ് 3 കീബോർഡുകൾക്കും 106 പ്രീസെറ്റും 30 യൂസറും നമുക്ക് ലഭിക്കും. DSPനെ കുറിച്ച് പറയുകയാണെങ്കിൽ PSR SX 900-ലും 700-ലും 322 പ്രീസെറ്റ് പ്ലസ് 30 യൂസറാണ് ലഭിക്കുന്നത്. എങ്കിലും PSR SX-ലെ വിത്ത് VCM ആണ്.
600-ൽ നമുക്ക് 295 പ്ലസ് 30 യൂസർ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഈ 3 കീബോർഡുകളുടെയും മാസ്റ്റർ കംപ്രസർ ഒരുപോലെ തന്നെയാണ്. 5 പ്രീസെറ്റ് നമുക്ക് ലഭിക്കുമ്പോൾ 30 യൂസർ നമുക്ക് ചെയ്യാൻ സാധിക്കും. മാസ്റ്റർ ഈക്വലൈസറിന്റെ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ്. 5 പ്രീസെറ്റും 30 യൂസറുമാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഒരു കീബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മാസ്റ്റർ ഈക്വലൈസർ. PSR S സീരീസിൽ 2 യൂസർ മാത്രമേ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് ഓർക്കുക. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചാനലിൽ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. EQ പാർട്സ് 28 വീതം SX 900-ലും 700-ലും ലഭിക്കുമ്പോൾ 27 മാത്രമാണ് 600-ൽ. മൈക്ക്, ഗിറ്റാർ, ഇഫക്റ്റ് സെക്ഷൻ പോവുകയാണെങ്കിൽ നമുക്ക് നോയ്സ് ഗേറ്റ് കംപ്രസറും 3 ബാൻഡ് ഈക്വലൈസറും 3 കീബോർഡിലും ലഭിക്കും. അതുപോലെ തന്നെ 3 കീബോർഡിലും RPGO ഒരുപോലെ നമുക്ക് ലഭ്യമാണ്. വോക്കൽ ഹാർമണി PSR SX 900-ൽ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് വ്യക്തമായി വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പ്രീസെറ്റ് സ്റ്റൈലുകൾ എത്രയുണ്ടെന്ന് നോക്കാം. 900-ൽ 525, 700 400, 600 415. ഇനി ഫിംഗറിംഗ് മെത്തേഡ് നോക്കുകയാണെങ്കിൽ പല ടൈപ്പ് ഫിംഗറിംഗ് മെത്തേഡുകളും നമുക്ക് ലഭ്യമാണ്. പക്ഷേ SX 600-ൽ മാത്രമാണ് നമുക്ക് സ്മാർട്ട് കോഡ് ലഭ്യമാവുക. സ്റ്റൈൽ കൺട്രോൾ സെക്ഷനിൽ പോവുകയാണെങ്കിൽ 3 ഇൻട്രോ നമുക്ക് 3 കീബോർഡിൽ ലഭിക്കും. അതുപോലെ തന്നെ 4 വേരിയേഷൻ, 4 ഫില്ല്, ബ്രേക്ക്, 3 എൻഡിങ് അടങ്ങുന്നതാണ് യമഹ PSR SXന്റെ സ്റ്റൈൽ കൺട്രോൾ സെക്ഷൻ. ഇനി വൺ ടച്ച് സെറ്റിംഗ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 കീബോർഡുകളിലും നമുക്ക് OTS ലഭ്യമാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ വ്യക്തമായി PSR Sന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കോഡ് ലൂപ്പർ നമുക്ക് SX 900-ൽ മാത്രമാണ് ലഭിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഓഡിയോ സ്റ്റൈല് അല്ലെങ്കിൽ MP3 സ്റ്റൈല് നമുക്ക് SX 900-ൽ മാത്രമാണ് ലഭ്യമാവുക. PSR SX 600-ൽ മാത്രം ലഭ്യമായിട്ടുള്ള ഒരു എഫക്റ്റാണ് യൂണിസൺ ആൻഡ് ആക്സെൻറ്റ്. നമുക്ക് ഫുട് പെഡൽ ഉപയോഗിച്ച് സ്റ്റൈലിലെ ചില എലമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഫുട് പെഡൽ അമർത്തുമ്പോൾ ആഡ് ആവുന്ന രീതിയിലുള്ള ഒരു എഫക്റ്റാണ്. അപ്പോൾ 600 നമ്മുടെ കയ്യിൽ വരുമ്പോൾ ഉടനെ തന്നെ നമ്മളത് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഓരോ കീബോർഡിൻ്റെയും ഡാറ്റ കപ്പാസിറ്റി നോക്കാം. മിഡി സോങ്ങുകൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് ലഭിക്കുന്ന ഒരു അളവാണ്. SX 600-ന് 1 MB ഏകദേശം ലഭിക്കുമ്പോൾ 700-നും 900-നും അത് 3 MB ലഭിക്കും. ഇത് മിഡി സോങ്ങുകൾക്ക് മാത്രമാണെന്ന് ഓർക്കുക. മിഡി റെക്കോർഡിങ്ങിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ SX 600-ൽ ക്വിക്ക് റെക്കോർഡിങ്ങിനും മൾട്ടി ട്രാക്ക് റെക്കോർഡിങ്ങും ലഭ്യമാകുമ്പോൾ SX 900-ലും 700-ലും ക്വിക്ക് റെക്കോർഡിങ്ങും മൾട്ടി റെക്കോർഡിങ്ങും സ്റ്റെപ്പ് റെക്കോർഡിങ്ങും നമുക്ക് ലഭ്യമാണ്. മൾട്ടി പാഡുകൾ SX 900-ൽ 329 ബാങ്കുകളാണ് 4 പാഡുകൾ വീതമുള്ളത്. 700-ലാണെങ്കിൽ അത് 226 ആണ്. 600-ലാണെങ്കിൽ അത് 188 ആണ്. മൾട്ടി പാഡുകളെ കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. മലയാളത്തിലാണ് ഉള്ളത്. യമഹ കീബോർഡിൽ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഓഡിയോ ലിങ്ക് എന്നുള്ളത്. മൾട്ടി പാഡുകളിൽ നമുക്ക് വേവ് ഫോർമാറ്റിലുള്ള ഓഡിയോകൾ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് PSR S സീരീസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നല്ല സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും. കരോക്കെ ഒക്കെ ഉപയോഗിച്ച്. കാണാത്തവർക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ഉണ്ട്, എല്ലാവരും കാണുക. ഇനി PSR SX സീരീസിൻ്റെ ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. യമഹ കീബോർഡിൻ്റെ ഏറ്റവും നല്ല അഡ്വാൻറ്റേജായി എല്ലാവരും കരുതുന്ന രജിസ്ട്രേഷൻ ബാങ്ക് 8 എണ്ണം വീതം 3 കീബോർഡിലും നമുക്ക് ലഭ്യമാണ്. PSR S സീരീസിൻ്റെ രജിസ്ട്രേഷൻ ബാങ്കിനെ കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. എങ്കിലും SX-ന്റെ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഫ്രീസ് ബട്ടണിനെ കുറിച്ച് പറയാം. ഫ്രീസ് ബട്ടൺ നമുക്ക് 3 കീബോർഡിലും ലഭ്യമാണ്. അപ്പോൾ ഫ്രീസ് ബട്ടൻ്റെ ഉപയോഗം എന്താണ്, എങ്ങനെയാണ് ഫ്രീസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ PSR S സീരീസിൻ്റെ ഒരു വിശദമായ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും SX-ൻ്റെ നമ്മൾ ചെയ്യും. അപ്പോൾ S-ൻ്റെ കണ്ടിരുന്നാൽ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാകുന്നതാണ്. ഡെമോ നമുക്ക് 3 കീബോർഡിലും ലഭ്യമാണ്. അതുപോലെ ഹെൽപ്പും നമുക്ക് 3 കീബോർഡിലും ലഭ്യമാണ്. ഇനി മൊത്തത്തിലുള്ള കുറച്ച് കൺട്രോളുകളെ കുറിച്ച് പറയാം. മെട്രോണം നമുക്ക് 3 കീബോർഡിലും ലഭ്യമാണ്. ടെമ്പോ റേഞ്ച് 5 to 500 ആണ് വരുന്നത്. ടാപ്പ് ടെമ്പോ ബട്ടണും 3 കീബോർഡിലുമുണ്ട്. ട്രാൻസ്പോസ് ലെവൽ വരുന്നത് നമുക്ക് 0-ൽ നിന്ന് 12 പ്ലസോ അല്ലെങ്കിൽ 12 മൈനസോ ട്രാൻസ്പോസ് ചെയ്യാൻ സാധിക്കും. ട്യൂണിങ് വരുന്നത് 414.8 മുതൽ 440 വരെയും 446.8 ഹെഡ്സ് വരെയാണ്. ഒക്ടീവ് ബട്ടൺ നമുക്ക് 3 കീബോർഡിൽ ലഭിക്കും. അതുപോലെ സ്കെയിൽ ടൈപ്പ് 9 സ്കെയിലാണ് നമുക്ക് വരുന്നത്. സബ് സ്കെയിൽ സെറ്റിംഗ് നമുക്ക്
SX 900-ൽ മാത്രം ലഭ്യമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി SX 900-ൻ്റെ മറ്റൊരു ഗുണമാണ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എന്നുള്ളത്. ബ്ലൂടൂത്ത് ഉപയോഗിച്ച് നമുക്ക് മറ്റ് ഡിവൈസുകളിൽ നിന്നൊക്കെ കരോക്കെ ഉപയോഗിക്കാൻ സാധിക്കും. അത് SX 900-ൽ മാത്രമാണ് ബ്ലൂടൂത്ത് നമുക്ക് ലഭ്യമാകുക. ഇനി പൊതുവെയുള്ള കുറച്ച് കൺട്രോളുകളെ കുറിച്ച് പറയാം. ഡയറക്റ്റ് ആക്സസ് നമുക്ക് 3 കീബോർഡിലും ലഭ്യമാണ്. അതുപോലെ ടെക്സ്റ്റ് ഡിസ്പ്ലേ ഫംഗ്ഷനും നമുക്ക് 3 കീബോർഡിലും ലഭ്യമാണ്. അടുത്തതായി വാൾപേപ്പർ കസ്റ്റമൈസേഷനാണ്. അത് നമുക്ക് 700-ലും 900-ലും മാത്രമാണ് ലഭിക്കുകയുള്ളൂ. അതുപോലെ ഡിസ്പ്ലേ ഔട്ട് നമുക്ക് 700-ലും 900-ലും മാത്രമേ ലഭിക്കുകയുള്ളൂ. വാൾപേപ്പർ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് പാനലിൽ കാണുന്ന വാൾപേപ്പർ നമുക്ക് മാറ്റിയിടാൻ സാധിക്കും. അത് 700-ലും 900-ലും മാത്രമേ ലഭിക്കുകയുള്ളൂ. വോയിസിൽ നമുക്ക് ഹാർമണി, എക്കോ, അതുപോലെ പാനൽ സസ്റ്റെയിൻ, മോണോ, പോളി തുടങ്ങിയ കാര്യങ്ങൾ 3 കീബോർഡുകളിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ടോൺസിൻ്റെ വോയിസ് ഇൻഫർമേഷൻ നമുക്ക് 700-ലും 600-ലും മാത്രമാണ് ലഭിക്കുകയുള്ളൂ. അത് നമുക്ക് 900-ൽ വോയിസ് ഇൻഫർമേഷൻ ലഭ്യമല്ല എന്നുള്ള ഒരു പോരായ്മ ഉണ്ട്. സ്റ്റൈൽ ക്രിയേറ്ററും അതുപോലെ സ്റ്റൈൽ റെക്കമെൻഡറും OTS ഇൻഫർമേഷനും നമുക്ക് 3 കീബോർഡിലും ലഭ്യമാണ്. നമുക്ക് OTS ഒക്കെ നമ്മുടെ കീബോർഡിൽ വൺ ടച്ച് സെറ്റിങ്സ് ഒക്കെ എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് PSR S സീരീസിൻ്റെ ആണ്. എങ്കിലും PSR SX-നും സെയിം തന്നെയാണ്. അപ്പോൾ അത് കാണാത്തവർക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണുക. അപ്പോൾ OTS ഒക്കെ നിങ്ങൾക്ക് മനോഹരമായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. സോങ് പ്ലേ ചെയ്യുമ്പോൾ, സോങ് എന്ന് പറഞ്ഞാൽ മിഡി സോങ് ആണ് നമ്മൾ ഈ കീബോർഡുകളിൽ സോങ് എന്ന് പറയുന്നത്. MP3, കരോക്കെ തുടങ്ങിയതൊക്കെ ഓഡിയോ സെക്ഷനിലാണ് വരുന്നത്. അപ്പോൾ സോങ് പ്ലേ ചെയ്യുമ്പോൾ സ്കോർ ഡിസ്പ്ലേ വേണമെങ്കിൽ അത് നമുക്ക് എനേബിൾ ചെയ്യാം. അതുപോലെ ലിറിക്സ് ഡിസ്പ്ലേയും നമുക്ക് 3 കീബോർഡിലും ഒരുപോലെ ലഭിക്കുന്നതാണ്. മിഡി സോങ് റെക്കോർഡ് ചെയ്യാനുള്ള പല മാർഗ്ഗങ്ങളെക്കുറിച്ചും നമ്മൾ നേരത്തെ പറഞ്ഞു. മൾട്ടി ട്രാക്ക്, ക്വിക്ക് റെക്കോർഡിങ്, അതുപോലെയുള്ള റെക്കോർഡിങ്ങുകളൊക്കെ ഉണ്ടെങ്കിലും SX 900-ൽ സോങ് ക്രിയേറ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉള്ളതായി കാണുന്നില്ല. അത് സോങ് ക്രിയേറ്റർ SX 600-ലും SX 700-ലും ലഭ്യമാണ്. മൾട്ടിപാഡ് ക്രിയേറ്റർ നമുക്ക് 3 കീബോർഡുകളിലും ലഭ്യമാണ്. അപ്പോൾ മൾട്ടിപാഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് PSR S സീരീസിലെ നമ്മൾ 770-ൽ മൾട്ടിപാഡ് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ കോർഗിൻ്റെയും മൾട്ടിപാഡ് ക്രിയേറ്റർ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർക്കായി വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ഉണ്ട്. ഓഡിയോ റെക്കോർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ PSR SX 900, 700, 600-ൽ 80 മിനിറ്റ് ഉള്ള സോങ് വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ SX 900-ലും 700-ലും നമുക്ക് വേവും MP3-യും റെക്കോർഡ് ചെയ്യാൻ സാധിക്കും എന്നാണ് കമ്പനി പറയുന്നത്. അതുപോലെ SX 600-ൽ നമുക്ക് വേവ് ഫോർമാറ്റിലുള്ള ഓഡിയോ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് പ്ലേ ബാക്ക് നോക്കുകയാണെങ്കിൽ SX 900-ലും 700-ലും വേവും MP3-യും അതുപോലെ വിവിധങ്ങളായിട്ടുള്ള പലതരത്തിലുള്ള ഓഡിയോകളും പോകുമെങ്കിലും SX 600-ൽ നമുക്ക് വേവ് മാത്രമേ സപ്പോർട്ട് ആവുകയുള്ളൂ. ഇവിടെ നമുക്ക് 700-ലും 900-ലും ലിറിക്സ് ഡിസ്പ്ലേ ഫംഗ്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 3 കീബോർഡിലും നമുക്ക് ടെമ്പോ അഡ്ജസ്റ്റ് ചെയ്യാനും പിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ വോക്കൽ ക്യാൻസൽ എന്നുള്ള ഒരു ഓപ്ഷനുമുണ്ട്. ചില കരോക്കകളിൽ ചില വോയിസുകളും ഒക്കെ കട്ട് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പൂർണ്ണമായി കരോക്കെ ആക്കി മാറ്റാൻ ഇതിന് സാധിക്കുന്നില്ല എന്നാണ് ഇതിൻ്റെ ഒരു പോരായ്മ. വോക്കൽ ക്യാൻസൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരു സാധാരണ MP3 നമുക്ക് കരോക്കെയായി വോക്കൽ ക്യാൻസൽ ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമുക്കിതിൽ സാധിക്കുന്നില്ല. അടുത്തതായി നമുക്ക് സ്റ്റോറേജ് ആൻഡ് കണക്ടിവിറ്റി. സ്റ്റോറേജും കണക്ടിവിറ്റി നമുക്ക് നോക്കാം. ഇൻറ്റേർണൽ മെമ്മറി PSR SX 900-ൽ അപ്രോക്സിമേറ്റ്ലി അതായത് ഏകദേശം 4 GB ആണ് നമുക്ക് വരുന്നത്. 700-ലേക്ക് വരുമ്പോൾ അത് ഏകദേശം 1 GB നമുക്ക് ലഭിക്കും. അപ്പോൾ SX 600-ൽ നമുക്ക് 20 MB മാത്രമാണ് ലഭിക്കുക. അതുപോലെ നമുക്ക്
എക്സ്റ്റേണൽ ഡിവൈസ്, അതായത് പുറത്തുനിന്നൊരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഡിവൈസസ് നമ്മൾക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്കതിന് സാധിക്കും. അതുപോലെ തന്നെ 3 കീബോർഡിലും നമുക്ക് USB ഫ്ലാഷ് ഡ്രൈവുകൾ ഉപയോഗിക്കാൻ പറ്റും. SX 900-ൽ നമുക്ക് 2 USBകൾ ഒരേ സമയം കണക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ 3 കീബോർഡുകളിലും ഹെഡ്ഫോണ് കണക്ട് ചെയ്യാൻ സാധിക്കും. ഫുഡ് പെഡലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ SX 700-ലും 900-ലും സസ്റ്റെയിൻ പെഡലും അതുപോലെ ആർട്ടിക്കുലേഷൻ പെഡലുമാണ് വരുന്നത്. നമുക്ക് ഫംഗ്ഷനുകൾ അസൈനബിളായിട്ട് ചെയ്യാൻ സാധിക്കും. അതേസമയം SX 600 ആണെങ്കിൽ ഒന്ന് സസ്റ്റെയിൻ പെഡലും രണ്ടാമത് യൂണിസോണുമാണ്. ഇതിലും നമുക്ക് അസൈനബിൾ ഫംഗ്ഷൻ അവൈലബിൾ ആണ്. SX 900-ലും 700-ലും നമുക്ക് മൈക്ക് ഗിറ്റാർ ഇൻപുട്ടിൽ മൈക്കോ ഗിറ്റാറോ മാറി മാറി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ 600-ൽ നമുക്ക് മൈക്ക് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ 900-ലും 700-ലും മാത്രമാണ് നമുക്ക് മിഡി ഇൻ ഔട്ട് ഓപ്ഷൻ ലഭിക്കുന്നത്. 600-ൽ അത് ലഭ്യമല്ല. ഇനി 3 കീബോർഡിലും ഒരുപോലെ നമുക്ക് ഓക്സ് ഇന്ന്, അതായത് ഓഡിയോ നമുക്ക് ചെറിയ ഇന്ന് കൊടുക്കണമെങ്കിൽ സ്റ്റീരിയോ മിനി ജാക്ക് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ലൈൻ ഔട്ട് നോക്കുകയാണെങ്കിൽ SX 900-ന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്, നമുക്കൊരു സബ് ഔട്ട് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആംപ്ലിഫയറിനെ കുറിച്ച് പറയാം. SX 900-ന് നമുക്ക് 15 വാട്ട്സ് പ്ലസ് 10 വാട്ട്സ് സ്റ്റീരിയോ ആംപ്ലിഫയറാണ് ലഭിക്കുന്നത്. SX 700-നാണെങ്കിൽ 15 വാട്ട്സ് സ്റ്റീരിയോ ആംപ്ലിഫയറും SX 600-നും 15 വാട്ട്സ് സ്റ്റീരിയോ ആംപ്ലിഫയറാണ് ലഭിക്കുന്നത്. ഇനി പവർ സപ്ലൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ PA300C എന്നുള്ള അഡാപ്റ്ററാണ് 3 കീബോർഡുകളിലും ഉപയോഗിച്ചിരിക്കുന്നത്. 3 കീബോർഡുകളുടെയും പവർ കൺസപ്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 24 വാട്ട് SX 900 എടുക്കുമ്പോൾ 21 വാട്ടാണ് SX 700 എടുക്കുന്നത്. SX 600 17 വാട്ട് മാത്രമാണ് എടുക്കുന്നത്. ഇനി നമുക്ക് 3 കീബോർഡുകളിലും ഓട്ടോ പവർ ഓഫ് ഫംഗ്ഷൻ അവൈലബിൾ ആണ്. എത്രയാണ് യമഹ സൈറ്റിലെ കമ്പാരിസൺ ചാർട്ട് പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയുമായി നിങ്ങളിലേക്ക് എത്തുന്നവരെ ഇറ്റ്സ് മീ സുനു സൈനിങ് ഓഫ്. ബൈ.